നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ പല സ്റ്റുഡൻസും സ്റ്റോഷിയോമെട്രി ലിമിറ്റിംഗ് റിയേജൻറ്റ് അതിൻ്റെ ന്യൂമറിക്കൽസ് എങ്ങനെയാണ് ചെയ്യുക അതൊന്ന് പറഞ്ഞുതരുമോ സാറേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട്. അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതൊന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. കുറച്ച് ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണിത് പെട്ടെന്ന് ചെയ്യാം. ട്രിക്ക് മാത്രമല്ല, അതിലൂടെ നമുക്ക് ലോജിക്കും പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണിത് ചെയ്യുക എന്നുള്ളത് നമ്മളൊന്ന് സെറ്റാക്കി പഠിക്കാൻ പോവുകയാണേ. അപ്പോൾ നോക്കിക്കേ മക്കളെ, നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, റേഷ്യോനെ സംബന്ധിച്ചാണ് പറയുന്നത്. റേഷ്യോ, ഒരു റിയാക്ഷനിൽ ഇവർ തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ്. റേഷ്യോ ചിലപ്പോൾ മാസിലായിരിക്കും പറയുക, റേഷ്യോ ചിലപ്പോൾ വോളിയത്തിലായിരിക്കും പറയുക, റേഷ്യോ ചിലപ്പം നമ്പർ ഓഫ് മോൾസിലായിരിക്കും പറയുക, റേഷ്യോ ചിലപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസിലായിരിക്കും പറയുക. ഈ 4 രൂപത്തിലും റേഷ്യോ പറയാൻ പറ്റും. അപ്പോൾ റേഷ്യോ എപ്പോഴും എല്ലായിടത്തും സെയിം ആയിരിക്കണം. ഇതാണ് സ്റ്റോഷിയോമെട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേഷ്യോ എല്ലായിടത്തും സെയിം ആക്കുക. ഇതങ്ങ് സെറ്റാക്കി ലോജിക്ക് മൈൻഡിൽ ഉണ്ടെങ്കിൽ തന്നെ ഓക്കെയാണ്. അപ്പോൾ റേഷ്യോ കൃത്യമായിട്ട് ഇല്ലാത്തടത്ത് ആൾ കുറവായിരിക്കും. അയാളെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയാം. ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആൾ ആ റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്നു. അയാൾ തീർന്നാൽ റിയാക്ഷൻ നടക്കൂല. അപ്പോൾ ആരാണോ ഫസ്റ്റ് തീരുന്നത് അയാൾ കാരണം ആ റിയാക്ഷൻ മുടങ്ങും. അതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പം കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഫസ്റ്റ് ആരാണോ കംപ്ലീറ്റ് ആയിട്ട് തീരുന്നത് അയാളാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് മക്കളെ? കംപ്ലീറ്റ്ലി കൺസ്യൂംസ്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തീരുന്ന ആളാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ റേഷ്യോ വെച്ച് നമുക്കത് ആരാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയാവുന്നതേ ഉള്ളൂ. ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം മക്കൾക്ക്. അതായത് നമുക്ക് സ്ഥിരം അറിയുന്ന വാട്ടറിൻ്റെ റിയാക്ഷൻ, വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റിയാക്ഷൻ 2H2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് ഗീവ്സ് 2H2O. എടാ, ഇതിൻ്റെ റേഷ്യോസ് എങ്ങനെയൊക്കെ എഴുതാം എന്നത് എൻ്റെ മക്കൾക്ക് അറിയുമോ എന്നുള്ള ആദ്യത്തെ ചോദ്യം. ഇതിൻ്റെ റേഷ്യോസ് എങ്ങനെയൊക്കെ എഴുതാം? വെരി സിമ്പിളായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. എടാ, നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ട് നമുക്ക് എഴുതാം. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ട് എഴുതുക? 2 മോളാണ് H2, 1 മോളാണ് O2, 2 മോളാണ് H2O. അപ്പോൾ 2:1:2 ആണ് ഇത് റേഷ്യോ. ഉണ്ടോ? റേഷ്യോ കിട്ടി. സിമ്പിളായിട്ട് എഴുതാം. ഇനി വോളിയം വെച്ചിട്ട് എഴുതാൻ പറ്റും? വോളിയം വെച്ചിട്ട് എഴുതാൻ പറ്റും. പക്ഷേ വോളിയം വെച്ചിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് STP ആയിരിക്കണം. കണ്ടീഷൻ STP ആയിരിക്കണം. STP കണ്ടീഷനിലാണെങ്കിൽ 2 മോളിനെ നമ്മൾ 2 × 22.4 ലിറ്റർ എന്നാണ് വിളിക്കുക. കണ്ടോ? 1 മോളിനെ നമ്മൾ 22.4 ലിറ്റർ എന്നാണ് വിളിക്കുക. 2 മോളിനെ നമ്മൾ 2 × 22.4 ലിറ്റർ എന്നാണ് വിളിക്കുക. കണ്ടോ? അതും സെറ്റ്. ഇനി നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണോ വേണ്ടത്? പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആറ്റംസോ മോളിക്യൂൾസോ ഇങ്ങനെ ആവാം. എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, എത്ര ആറ്റംസ് ഉണ്ട്, എത്ര മോളിക്യൂൾസ് ഉണ്ട്? മക്കളെ വെരി സിമ്പിൾ. ഇതൊക്കെ മോളിൽ നിന്നാണ് കിട്ടുന്നത്. 2 മോളിൽ നിന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നല്ല, മോളിൽ നിന്ന്. അതും ഓക്കെയാണ്. നോക്കി, മോളിൽ നിന്നാണ് കിട്ടുന്നത്. 2 മോൾ എന്ന് പറഞ്ഞാൽ 2 × NA, അത്രയും പാർട്ടിക്കിൾസ് ഉണ്ടാവും. 1 മോൾ എന്ന് പറഞ്ഞാൽ 1 × NA, 2 മോൾ എന്ന് പറഞ്ഞാൽ 2 × NA. അപ്പോൾ ഇത് രണ്ടും സിമ്പിളായിട്ട് കിട്ടിയല്ലോ. ഇനി നമുക്ക് മാസ് വെച്ചിട്ടാണ് അധികവും ക്വസ്റ്റ്യനും വരിക. മാസ് വെച്ചിട്ട് എങ്ങനെയാണ് റേഷ്യോ എഴുതുക? മാസ് വെച്ചിട്ട് എങ്ങനെയാണ് റേഷ്യോ എഴുതുക? വെരി സിമ്പിൾ. ഇതിൻ്റെ മാസം നോക്കിയാൽ മതി. ഇതിൻ്റെ മാസ് 2H2 എന്ന് പറഞ്ഞാൽ മാസം എത്രയാണ്? H2ൻ്റെ മാസ് 2 ഗ്രാം. അപ്പം 2H2ൻ്റെ മാസം 4 ഗ്രാം. 4 ഗ്രാം, അത്രയേ ഉള്ളൂ. O2ൻ്റെ മാസം എത്രയാണ് നോക്കണം? ഇവിടുത്തെ മാസം എത്രയാണ് നോക്കണം? O2ൻ്റെ മാസം എത്രയാണ്? 32 ഗ്രാം. കിട്ടിയടാ മക്കളെ. 2H2ൻ്റെ മാസം എത്രയാണ്? ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 × H2 അങ്ങനെ ചെയ്ത് പോവല്ലേ, അപ്പോൾ തെറ്റിപ്പോവും. H2ൻ്റെ മാസം ആദ്യം കാണാം. ആദ്യം സബ്സ്റ്റൻസിൻ്റെ മാസ് കാണാം, എന്നിട്ട് അതിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു ചെയ്താൽ മതി. H2ൻ്റെ മാസ് 18 ആണ്. അതിനോട് 2 ഇൻറ്റു ചെയ്യുമ്പോൾ 36 ഉണ്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ 2H2 മാത്രം ചെയ്യും, എന്നിട്ട് ഓക്സിജൻ്റെ മാസം മാത്രം കൂട്ടും. ശരിക്കും ഓക്സിജനും കൂടെ പിന്നെ ഉള്ളതാണ് E2. അപ്പോൾ തെറ്റിക്കും. അത് നിങ്ങൾ വെറുതെ നോക്കിയൊക്കെ തെറ്റായിരിക്കും. നിങ്ങൾ 2 × H2 പ്ലസ് ഓക്സിജൻ്റെ മാസം കൂടെ കൂട്ടിയാൽ തെറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് H2ൻ്റെ മാസം കാണാം, എന്നിട്ട് അതിലേക്ക് 2 ഇൻറ്റു ചെയ്യുക. അപ്പോൾ H2ൻ്റെ മാസം 18 2 36 ഗ്രാം. ചില ആളുകൾ ചോദിക്കും, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സാറേ, ഇവിടെ 32ഉം 4ഉം കൂടെ കൂട്ടിയാൽ മതി. അത് ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ മാത്രം നമുക്ക് ഈസി ആയിട്ട് കൂട്ടാം. 2 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൂട്ടാനില്ല. ഒന്നത് പിന്നെ ക്വസ്റ്റ്യനിൽ എപ്പോഴും ഇത് റേഷ്യോ പ്രകാരം തരണം എന്നില്ല. അപ്പോൾ റേഷ്യോ പ്രകാരം തരാത്ത നിങ്ങൾ ചെന്ന് കൂട്ടിയിട്ട് ഇവിടെ ആൻസർ തെറ്റിക്കരുത്. റേഷ്യോ പ്രകാരം കറക്റ്റ് 4 ഗ്രാമും 32 ഗ്രാമുമാണ് വേണ്ടത്. അപ്പോൾ ഓക്കെ, അത് നമ്മൾ കൂട്ടിയാൽ 36 കിട്ടും. കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, റിയാക്റ്റൻറ്റുകളുടെ മാസും പ്രൊഡക്റ്റുകളുടെ മാസം എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഈ റേഷ്യോ എഴുതാൻ മക്കൾ പഠിച്ചു ആദ്യം. ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ നമ്മൾ റേഷ്യോ പ്രകാരം കറക്റ്റ് അളവിലെടുത്തതല്ല. ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് ഇല്ല. ഇത് സെറ്റാണോ? ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തതെന്ന് നമ്മൾ നോക്കിയാൽ സെറ്റാവും. എങ്ങനെ നമുക്ക് എഴുതി പഠിക്കണം എന്നുള്ളത് നോക്കാം. നോക്കിക്കോട്ടോ, ഞാൻ ഓരോ കാര്യങ്ങൾ പറയുകയാണെ മക്കളെ ശ്രദ്ധിക്കണേ. നമുക്ക് ഇങ്ങനത്തെ സ്റ്റോഷിയോമെട്രിയും ലിമിറ്റിംഗ് റിയേജൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തരണം. അത് ക്വസ്റ്റ്യനിൽ തരുമോ സാറേ? അറിയില്ല. ചിലപ്പോൾ തരും, ചിലപ്പോൾ തരില്ല. ഇപ്പോൾ തന്നിട്ടില്ലെങ്കിൽ നമുക്കത് അറിയണം. എങ്ങനെ? കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് CO2 പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് CO2 പ്രൊഡ്യൂസ്ഡാണ് ചോദിച്ചത്. അപ്പോൾ CO2 പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ പ്രൊഡക്റ്റിൽ CO2 ഉണ്ടെന്ന് മനസ്സിലായി.
വെൻ 80 gram CH4 റിയാക്ട് വിത്ത് 160 gram O2. അപ്പോൾ CH4 ഓക്സിജനാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. റിയാക്ഷൻ നമ്മൾ എഴുതുകയാണ്. ഓക്കെടാ, ബൈ കമ്പഷൻ, ഒരു കമ്പഷൻ റിയാക്ഷൻ എന്താണെന്ന് നമുക്കറിയാം. സോ മക്കളെ സിമ്പിളായിട്ട് കിട്ടി. CH4ഉം ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കമ്പഷൻ റിയാക്ഷനിലെ പ്രൊഡക്റ്റ് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. അത് ക്വസ്റ്റ്യനിൽ കമ്പഷൻ റിയാക്ഷൻ എന്നുള്ള ഐഡിയ വെച്ചിട്ട് നിങ്ങൾ എഴുതണം, അല്ലാണ്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ H2O ഇത് എഴുതി വെച്ചാൽ പോരരുത്, ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ H 4 എണ്ണമാണ്, അപ്പോൾ അവിടെ 2H2 ഇട്ട് കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓക്സിജൻ 4 എണ്ണമായി, അപ്പോൾ 2 ഇട്ട് കൊടുക്കണം. കഴിഞ്ഞു. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇനി നമ്മൾ ഇതിൻ്റെ താഴെ സ്റ്റോഷിയോമെട്രി എഴുതണം. ഏത് സ്റ്റോഷിയോമെട്രി? എല്ലാ സ്റ്റോഷിയോമെട്രിയും വേണം? വേണ്ട. ക്വസ്റ്റ്യൻ പ്രകാരം ചോദിച്ചത് എന്താണോ അത് മതി. ക്വസ്റ്റ്യൻ പ്രകാരം ഇത് ഗ്രാമാണ്, ഇതും ഗ്രാമാണ്. ഇവിടെ കാൽക്കുലേറ്റ് എമൗണ്ട് ചോദിച്ചതും ഗ്രാമാണ്. അപ്പോൾ എല്ലാം ഗ്രാമിൽ എഴുതിയാൽ മതി. സോ ക്വസ്റ്റ്യൻ പ്രകാരം തന്നതിനെ ഞാൻ എഴുതുകയാണ് കുറച്ച് താഴെയായിട്ട്. എത്രയാണ് ക്വസ്റ്റ്യൻ പ്രകാരം? CH4 80 gram. അപ്പോൾ CH4ൻ്റെ താഴെ ഞാൻ 80 gram എന്ന് എഴുതും. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, എനിക്കും പ്രശ്നമല്ല. ഓക്സിജൻ്റെ താഴെ, ഓക്സിജൻ്റെ മാസം എത്രയാണ് തന്നത്? 160 gram. ഇത് ക്വസ്റ്റ്യൻ പ്രകാരം തന്നതാണേ. അങ്ങനെയാണെങ്കിൽ CO2ൻ്റെ മാസം എത്ര? അപ്പോൾ CO2ൻ്റെ മാസത്തിൻ്റെ താഴെ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ഇവിടെ ഒന്നും എഴുതണ്ട. H2O കുറിച്ച് ക്വസ്റ്റ്യനിൽ പറയുന്നേ ഇല്ല, അതുകൊണ്ട് അവിടെ ഒന്നും എഴുതണ്ട. അതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാവണ്ട. ഓക്കെ, ഇതെന്തിലാണ് തന്നത്? ഇത് ക്വസ്റ്റ്യനിൽ തന്നതാണേ. പക്ഷേ റിയാക്ഷൻ പ്രകാരമുള്ള ഇക്വേഷൻ പ്രകാരമുള്ള റേഷ്യോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇക്വേഷൻ പ്രകാരം എത്രയാണ് ഇവിടുത്തെ റേഷ്യോ? CH4ൻ്റെ മാസം എന്ന് പറഞ്ഞ് കാർബണിൻ്റെ മാസം 12ഉം Hൻ്റെ മാസം 4 എണ്ണം വന്നാൽ 4, അപ്പോൾ 12 4 16 gram. 2O2ൻ്റെ മാസം 32, അപ്പോൾ 2 O2ൻ്റെ മാസം 64 gram. CO2ൻ്റെ മാസം 44 gram. കണ്ട, ഇതാണ് റേഷ്യോ. കണ്ട, റേഷ്യോ പ്രകാരം നമ്മൾ ഉള്ള വാല്യൂ മുകളിൽ എഴുതി, ക്വസ്റ്റ്യൻ പ്രകാരം തന്നത് താഴത്തും എഴുതി. ഇനി എത്ര വെരി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. താഴത്തെ വാല്യൂ വെച്ചിട്ട് മുകളിലത്തെ വാല്യൂവിനെ ഡിവൈഡ് ചെയ്യാം. കാരണം എന്താ? താഴത്തെ വാല്യൂ വെച്ച് മുകളിലത്തെ വാല്യൂവിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറും ഇവിടുന്ന് ഡിവൈഡ് ചെയ്യുന്ന കിട്ടുന്ന നമ്പറും സെയിം ആയിരിക്കണം. കാരണം റേഷ്യോ സെയിം ആയിരിക്കണം. സെയിം ആയാൽ ഓക്കെ, സെയിം അല്ലെങ്കിൽ ആരാണോ കുറവ് അയാൾ ലിമിറ്റിംഗ് റേഞ്ച്. ലോജിക്ക് പക്ക. സോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ചെയ്യാൻ പോവാണ്. 80നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് 5. ഓക്കെ, 160നെ 64 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് 4. കറക്റ്റ് അല്ലേടാ? 160നെ 64 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വിൽ ഗെറ്റ് 4. ശരിയാണോ? അല്ല, 2.5. സോറി കേട്ടോ, 4 അല്ല, 2.5 ആണേ. 2.5 ആണ് അല്ലേ? 160/64 ചെയ്താൽ 2.5. സോറി, എനിക്ക് തെറ്റിയതാണേ. 5 വരില്ലല്ലോ, അല്ലെങ്കിലും 4 വരില്ലല്ലോ. 2.5. ഓക്കെ അല്ലേ മക്കളെ? അത് ഓക്കെ തന്നെയല്ലേ? അത് ഓക്കെ അല്ലേ? ഒന്ന് 5 വേണം, ഒന്ന് 2.5 വേണം. എന്താ അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം എന്താ? 80നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 16നെ 80 ആക്കാൻ വേണ്ടി നിങ്ങൾ 5 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ 5 ടൈംസ് കൂടുതൽ എടുത്തു ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 64 5 ടൈംസ് കൂടുതൽ എടുക്കണ്ടേ? അപ്പോഴല്ലേ റേഷ്യോ ഇവിടെ എടുത്ത് അതേ അളവിൽ വെടുക്ക് മാറ്റണ്ടേ? പക്ഷേ നിങ്ങൾ അതിൻ്റെ പകുതി എടുത്തുള്ളൂ, 2.5 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ കുറവ്. ഓക്സിജൻ ഇവിടെ എടുത്തത് കുറവാണ്. സോ ഓക്സിജൻ ഈസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഓക്സിജൻ ആകെ 2.5 ഉള്ളൂ. അപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്ന ആൾ ലിമിറ്റിംഗ് റിയേജൻറ്റാണ്. സോ O2 ഈസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. എന്തിനാണ് ലിമിറ്റിംഗ് റിയേജൻറ്റിനെ സാറ് കണ്ടെത്തിയത്? ലിമിറ്റിംഗ് റിയേജൻറ്റ് ആരാന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ റേഷ്യോ വെച്ചിട്ടേ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. കാരണം ആ റേഷ്യോ തീരുമ്പോഴേക്കും പ്രൊഡക്റ്റും തീരും, മീൻസ് റിയാക്ഷനും തീരും. പ്രൊഡക്റ്റ് അത്രയേ കിട്ടുള്ളൂ. എത്രയാണോ നിങ്ങളുടെ കുറവുള്ള ആൾ അയാൾ തീരുമ്പോൾ റിയാക്ഷൻ നിൽക്കും. അപ്പോൾ പ്രൊഡക്റ്റും അത്രയേ കിട്ടുള്ളൂ. സോ എത്രയാണ് ഇവർ തമ്മിലുള്ള റേഷ്യോ? എന്ന് പറഞ്ഞാൽ 64 160 തമ്മിലുള്ള റേഷ്യോ 2.5 ആണ്. അതായത് 64നെ 2.5 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 44നെ 2.5 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇവിടെ എഴുതാൻ പാടുള്ളൂ. 5 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പാടില്ല. 5 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പാടില്ലാത്തത് ഇവിടെ റേഷ്യോ തെറ്റിയതുകൊണ്ട്. സോ എമൗണ്ട് ഓഫ് CO2 ഈസ് ദ സിമ്പിൾ മെത്തേഡാണ് ഞാൻ പറയുന്നത്. എമൗണ്ട് ഓഫ് CO2 ഈസ് 44 × 2.5 ആയിരിക്കും ആൻസർ. 44 × 2.5 1110 gram ആയിരിക്കും ആൻസർ. ഇത് നിങ്ങൾക്ക് സെറ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാം. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് ഇതങ്ങ് സെറ്റാക്കാം. ഫൈൻഡ് എമൗണ്ട് ഓഫ് H2 ഈസ് റിക്വയർഡ്. എത്ര H2 ആവശ്യമുണ്ട്? അപ്പോൾ റിയാക്റ്റൻ്റ് ആണ് അയാൾ. പ്രൊഡ്യൂസർ എന്ന പ്രൊഡക്റ്റ്, റിക്വയർഡ് എന്ന റിയാക്റ്റൻ്റിലായിരിക്കും. അപ്പോൾ ഇയാൾ റിയാക്റ്റൻ്റില്ല, H2 റിയാക്റ്റൻ്റില്ല. ടു പ്രൊഡ്യൂസ്
224 ലിറ്റർ 224 ലിറ്റർ അമോണിയ. അപ്പോൾ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യണം, അമോണിയ പ്രൊഡക്റ്റിലാണ്, അതും വോളിയത്തിലാണ് തന്നത്, നോട്ട് ദ പോയിന്റ്. അറ്റ് എസ് ടി പി ബൈ ഹേബർ പ്രോസസ്. ഹേബർ പ്രോസസിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഹേബർ പ്രോസസ് പ്രകാരം അമോണിയ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? N2 + 3H2 gives 2NH3. അതിൽ ഏറ്റവും വലിയ കോമഡി ചോദിക്കുക ഇതിന് നൈട്രജനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ വേണ്ടാനും കോമഡിയോ അല്ല, അക്കാഡമിക്കൽ കോമഡി. അപ്പോൾ N2 ഇതിൽ പറഞ്ഞിട്ടേ ഇല്ല, H2നെ കുറിച്ച് അമോണിയനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിൽ തന്ന് താഴ്ത്തെഴുത്തണം. യെസ്, നിങ്ങൾക്കറിയാം, ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതി. ഇനി ക്വസ്റ്റ്യനിൽ തന്നത്, ക്വസ്റ്റ്യൻ പ്രകാരമുള്ളത് നമ്മൾ താഴ്ത്തത്. N2ൻ്റെത് എഴുതുന്നേ ഇല്ല, കാരണം N2നെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടേ ഇല്ല. H2 ക്വസ്റ്റ്യൻ പ്രകാരം അത് ആദ്യം ഫൈൻഡ് എമൗണ്ട് ഓഫ് H2 എന്നാ ചോദ്യം. എമൗണ്ട് ഓഫ് H2 പറഞ്ഞാൽ ഗ്രാമിലാണ്. അപ്പോൾ ഗ്രാമിൽ H2 എത്രയാണ് ക്വസ്റ്റ്യനിൽ എത്രയാണ്, അതാണ് ചോദ്യം. അറിയില്ല. എന്നാൽ അമോണിയ ഇത്ര കിട്ടി. എത്ര? 224 ലിറ്റർ. പ്രത്യേകം നോട്ട് ദ പോയിന്റ്, 224 ലിറ്റർ ആണ്, ഗ്രാം അല്ല. എങ്കിൽ മക്കൾസ് കേൾക്ക്, വെരി സിമ്പിൾ. കിട്ടി. അമോണിയ റിയാക്ഷൻ പ്രകാരം, നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള റിയാക്ഷൻ പ്രകാരം അമോണിയയുടെ ലിറ്ററാണ് ഇവിടെ എഴുതേണ്ടത്, ഗ്രാം അല്ല. കാരണം ക്വസ്റ്റ്യനിൽ തന്നത് ലിറ്ററാണ്. അതുകൊണ്ട് അറ്റ് എസ് ടി പിയിൽ ഇവിടെ ലിറ്റർ എത്രയാണ്? 2 × 22.4 ലിറ്റർ. സെറ്റല്ലേ? കാരണം ഇവിടെ 2 മോളല്ലേ. അപ്പോൾ 2 മോളാണെങ്കിൽ വോളിയം 2 × 22.4 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ്റെ ഇവിടെ വോളിയമാണോ എഴുതേണ്ടത്? അല്ല, ഹൈഡ്രജൻ്റെ വെയിറ്റ് തന്നെ എഴുതേണ്ടത്, കാരണം ഹൈഡ്രജൻ്റെ വെയിറ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നത് വെയിറ്റ് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ എഴുതുന്നത് വെയിറ്റ്, ക്വസ്റ്റ്യനിൽ ചോദിച്ചത് വെയിറ്റ് ആണെങ്കിൽ തൊട്ട് മുകളിൽ എഴുതുന്നത് വെയിറ്റ്. കാരണം അതാണ് നമുക്ക് കിട്ടുക, ആ റേഷ്യോ നമുക്ക് അറിയേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നത് വോളിയം, അപ്പോൾ അതിൻ്റെ മുകളിൽ എഴുതുന്നത് വോളിയം. ഓരോരുത്തരെ കുറിച്ചും ക്വസ്റ്റ്യനിൽ എന്താണെന്ന് തന്നാൽ അതങ്ങ് എഴുതുക. സോ റിയാക്ഷനിലുള്ള അമോണിയൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 6 ഗ്രാമാണ്. കാരണം H2ൻ്റെ മാസ് 2 ഗ്രാം, 3H2ൻ്റെ മാസ് 6 ഗ്രാം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇനി ആ റേഷ്യോ നോക്കിയാൽ മതി. എന്താ ചെയ്യേണ്ടത്? ഇവിടെ 6നെ എത്രയാക്കണം എന്ന് കിട്ടുന്നത് എവിടെയാ? 2 × 22.4 ലിറ്റർ 224 ലിറ്റർ ആവേണ്ടി വന്ന റേഷ്യോ എത്രയാണോ അത് തന്നെയല്ലേ ഇവിടെ വരിക. മറ്റേ ആളെ കുറിച്ച് പറയാത്തതുകൊണ്ട് ലിമിറ്റിംഗ് റിയേജൻ്റ് ഒന്നും ഇതിലില്ല. ഇയാളെ 224 ആക്കാൻ എത്ര കൊണ്ടാണോ ഇൻറ്റു ചെയ്ത് അത് തന്നെയല്ലേ ഇവിടെയും വരിക. സോ വെരി സിമ്പിൾ. 2നെ 224 ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് എന്താ? അപ്പോൾ നമ്മൾ കിട്ടിയ 2 വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്തു. 224നെ 2 × 22.4 ലിറ്റർ ആക്കാൻ ചെയ്തത് എന്ത്? 2 × 22.4 ലിറ്റർ ആക്കാൻ. അപ്പോൾ 224 ഡിവൈഡഡ് ബൈ 22.4 ചെയ്താൽ നമുക്ക് 10 ആണ് കിട്ടുക. 10/2 എന്ന് പറഞ്ഞാൽ 5 അല്ലേടാ അവിടെ കിട്ടുക. 5. അപ്പോൾ 5 ആണ് ഇവിടെ ഇൻറ്റു. അപ്പോൾ ഇവിടെ 5 ആണ് ഇൻറ്റു ചെയ്യേണ്ടത്, ഇവിടെയും 5 ആണ് ഇൻറ്റു ചെയ്യേണ്ടത്. സോ എമൗണ്ട് ഓഫ് NH3 ഈസ് റിക്വയർഡ്. എത്രയാണ് ഇവിടുത്തെ വാല്യൂ? 5 ആണ് അടുത്ത വാല്യൂ. അപ്പോൾ 5 കൊണ്ടാണ് ഇൻറ്റു. റേഷ്യോ 5 ആണ്. 6 × 5 30 ഗ്രാം. ക്ലിയർ? സെറ്റായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ വന്ന നിങ്ങൾക്ക് തേടി പിടിച്ചെത്താവുന്ന പരമാവധി ലിമിറ്റിംഗ് റിയേജൻ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ആക്കുക. അല്ലാതെ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഞാൻ ലിമിറ്റിംഗ് റിയേജൻ്റ് പഠിച്ചേ എന്ന് പറഞ്ഞിരിക്കരുത്. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എക്സാം ഹാളിൽ നിന്ന് വരുമ്പോൾ ഈ ടൈപ്പ് കിട്ടുന്നില്ലേ എന്ന് പറയുന്നതിലുള്ള പ്രശ്നം നിങ്ങൾ ചെയ്ത് നോക്കാത്തായിരിക്കും. അപ്പോൾ 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾ സെറ്റായിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ സ്വന്തം എടുത്ത് ചെയ്തിട്ട് അതിലൊന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ബാച്ചിലും യൂട്യൂബ് ക്ലാസ്സിലും ഒക്കെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.